ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ പ്രമുഖമായ ജിഹുകളായി നിൽക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ എത്രമാത്രം നികൃഷ്ടമായ രീതിയിലാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നതാണ്. ഇവിടെ SFIക്കാർ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ എന്നതിനപ്പുറം ശക്തമായ ഇടതുപക്ഷ മനോഭാവം വെച്ച് പുലർത്തുന്നവരാണ്. എല്ലാവരും CPMകാരല്ല, എന്നാൽ നല്ല പുരോഗമന വാഞ്ചയോടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ്. അതിൻ്റെ ഭാഗമായാണ് അവർ SFIയെ തിരഞ്ഞെടുത്തത്. അത്തരമൊരു വിദ്യാർത്ഥി സംഘടനയെ, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയെ എന്ത് ചെയ്താലും സാരമില്ല എന്ന വലതുപക്ഷ നിലപാട്, അതിനെ ന്യായീകരിക്കുന്ന പരോക്ഷമായ ന്യായീകരണം, ഇത്തരം കാര്യങ്ങൾ തമസ്കരിക്കാനുള്ള ശ്രമം എല്ലാം വലതുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാവുകയാണ്. നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ പലപ്പോഴും സാധാരണ മനുഷ്യൻ പാലിക്കേണ്ട ധർമ്മങ്ങളെക്കുറിച്ച് ഉപദേശിക്കാറുണ്ട്. എന്നാൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ടാൽ, കൊല ചെയ്യപ്പെട്ടാൽ അവരുടെ ധാർമ്മിക ചിന്ത ഒരു ഘട്ടത്തിലും ഉയരുന്നതായി കാണുന്നില്ല. എത്ര അധപ്പതിച്ച നിലയിലേക്കാണ് ഇടതുപക്ഷ വിരുദ്ധത താഴ്ന്നത് എന്താണ് നാം കാണേണ്ടത്. ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥികളിൽ ഒരുപാട് പേര് ഇപ്പോഴും ആക്രമണത്തിന് വിധേയരായിട്ടുണ്ട്. ഈ ഘട്ടത്തിലും ആക്രമിക്കപ്പെടുകയാണ്. മരിച്ചില്ല എന്ന് മാത്രം, എന്നാൽ കൊലപാതക ശ്രമമടക്കം നടന്നുവെന്ന് വാർത്തകൾ നമ്മൾ വായിക്കുന്നു. വിവിധ കലാലയങ്ങൾ, വിവിധ വിദ്യാർത്ഥികളുടെ കൂടിച്ചേർന്നുകൊണ്ടുള്ള പരിപാടികൾ എല്ലാം അലങ്കോലമാക്കാനുള്ള നീക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊന്നും അരുത് എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ നേതൃത്വം ഇവിടെയില്ല. അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്, വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ നാട് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ധീരജ് രാജേന്ദ്രൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് ഏറ്റവും ഉചിതമായ, ധീരജ് രാജേന്ദ്രന് എല്ലാ രീതിയിലും അർഹമായ രീതിയിലുള്ള ഒരു സ്മാരക സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പഠന ഗവേഷണ കേന്ദ്രം. ധീരജിനെ ഓർത്തുകൊണ്ട് തന്നെ ആ പഠന ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാൻ ഇനിയുള്ള കാലം വിദ്യാർത്ഥികൾക്ക് സാധിക്കും. നല്ല രീതിയിൽ
ആ പഠന ഗവേഷണ കേന്ദ്രം പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നേരത്തെ തന്നെ എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.